ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെയും അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെയും എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വന്ന രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസും അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസ് എന്ന് പറയുന്നത് ലെവൽ 5 പോസ്റ്റ് ആണ്. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് ലെവൽ 2 പോസ്റ്റ് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 29,200 ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് B1 ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുമാണ്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ട് ഒറ്റ CBT എക്സാം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യം. അതായത് ബാക്കി എക്സാമുകൾ നോക്കുകയാണെങ്കിൽ രണ്ട് എക്സാം CBT 1 കഴിഞ്ഞിട്ട് CBT 2 ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ ഒരൊറ്റ CBT എക്സാം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. പിന്നീട് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ, അങ്ങനെ നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുകയാണ് വരുന്നത്. അപ്പോൾ ഒറ്റ CBT ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ആകർഷകമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം ഒരു എക്സാം പാസ് ആവുന്നതോടുകൂടി നിങ്ങൾ ജോലി കിട്ടാനുള്ള ഒരു സാധ്യത അവിടെ കൂടുകയാണ്. ഇപ്പൊ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ നമ്മൾ എക്സാം പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, മാത്തമാറ്റിക്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. മറ്റ് RRB എക്സാമുകളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ CBTയിൽ ആഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ RRB എക്സാംസിന്റെ CBT 1ലുള്ള കോമൺ ടോപ്പിക്കുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു എക്സ്ട്രാ ടോപ്പിക് കൂടി മാത്രമേ ഇതിനായിട്ട് എക്സ്ട്രാ ആയിട്ട് ആഡായി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോൾ ജനറൽ അവയർനെസ്സിന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 15, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ 20, മാത്തമാറ്റിക്സ് 20, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 മാർക്കാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. അങ്ങനെയാണ് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ നമ്മൾ സിലബസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് മറ്റ് RRB എക്സാംസിന്റെ CBT 1ന്റെ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്. അതിന്റെ മാർക്ക് വെയിറ്റേജിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. കാരണം ALPക്ക് ആയാലും JEക്ക് ആയാലും NTPCക്ക് ആയാലും ഇതേ ടോപ്പിക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. എക്സ്ട്രാ ആയിട്ട് ഒരു ടോപ്പിക്കും ഗ്രേഡ് 3യിൽ വരുന്നില്ല. ഇപ്പോൾ ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതേപോലെ മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, ഇത്രയും ടോപ്പിക്കുകളാണ് വരുന്നത്. ഇവിടെ ജനറൽ സയൻസിന് 40 മാർക്കാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള പോർഷൻ ജനറൽ സയൻസ് ആണ്. അതേപോലെ ജനറൽ അവയർനെസ്സിന് 10, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25, മാത്തമാറ്റിക്സിന് 25, അങ്ങനെയാണ് മാർക്ക് വരുന്നത്. ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെയും ഗ്രേഡ് 3യുടെയും എക്സാം പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർക്ക് നല്ലൊരു അവസരമാണ്. കാരണം മറ്റ് RRB എക്സാംസുകൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വരുന്നത്. കാരണം എക്സ്ട്രാ ടോപ്പിക്കുകൾ ഒന്നും തന്നെ ഇതിനകത്ത് ആഡായിട്ട് വരുന്നില്ല. നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ല് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് വന്നത്. പക്ഷെ അത് നമ്മൾ ALPയിൽ CBT 2ൽ വരുമ്പോൾ ആ ടോപ്പിക് അവിടെ വരുന്നുണ്ട്. അപ്പൊ ALP പഠിക്കുന്നവർക്കൊക്കെ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ചാൻസ് ആണ്. അപ്പോൾ രണ്ട് എക്സാമുകൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1നും ഗ്രേഡ് 3ക്കുമായിട്ട് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ കംപ്ലീറ്റ് സിലബസ് കവറേജും അതേപോലെ ഒരു കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളൊരു കംപ്ലീറ്റ് ഐഡിയ നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.